ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോകാനായിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉരുളകളാക്കിയിട്ട് കൂടെ എടുക്കാം. കണ്ടോ, ഞാനിത് ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇങ്ങനെ ഇതൊന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതാ കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഇത് ചെയ്തിട്ടെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ചെയ്തിട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാം തന്നെ ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് കൂടെ എടുക്കണം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വട്ടയിലയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. വട്ടയില തന്നെ വേണമെന്നൊന്നുമില്ല, ഇതിന് പകരമായിട്ട് വാഴയില വെച്ചാലും നല്ലത് തന്നെയാണ്. ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മളിതാ ഇതുപോലെ വാഴയിലയിലോ വട്ടയിലയിലോ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇലയൊന്നും ഇല്ലെങ്കിലും സാരമില്ല, ഇല ഇല്ലാതെ തന്നെ സ്റ്റീം ചെയ്തെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതാ കണ്ടോ, ഇപ്പോൾ നമുക്കിത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു ചമ്മന്തി കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എള്ളൊക്കെ നമ്മൾ കഴിക്കണത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ വെളുത്ത എള്ളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണേ, ഇല്ലെങ്കിൽ മാത്രം ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ. ഇനിയൊരു 30 സെക്കൻഡ് നേരം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഞാനിതിൻ്റെ ബ്രൗൺ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ബ്രൗൺ സ്കിന്നൊക്കെ കളഞ്ഞിട്ടെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ചമ്മന്തിയൊക്കെ കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കണത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. കൂടെ തന്നെ കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 3 പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുക ഡയറക്റ്റ് തേങ്ങ അരച്ചിട്ടല്ലേ, അതിനെ കഴിഞ്ഞും ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ചമ്മന്തി റെഡിയാക്കുമ്പോൾ. നമ്മൾ ഈ എള്ളൊക്കെ ചേർക്കണോണ്ട് തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചിയാണ്, ഒന്നും കൂടെ ഹെൽത്തിയുമാണല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തേങ്ങയുടെ ഷെയ്ഡൊന്നും ഒരുപാട് മാറിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുതേ. അതുപോലെ തന്നെ ഒത്തിരി പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കരുതേ. ചെറുതായിട്ട് തരിതരിയായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇതാ കണ്ടോ, ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചും കൂടെ എടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കണത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ, ഇതിനുള്ളിലായിട്ട് നമ്മുടെ ഈ ഒരു ചമ്മന്തിയും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. എപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്